എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ ആഡു ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്? കേന്ദ്രഭരണ പ്രദേശമായ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ 72,000 കോടി രൂപ ചെലവിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റത്താണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, വിമാനത്താവളം, ടൗൺഷിപ്പ്, മെഗാ സോളാർ പവർ പ്ലാന്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ദ്വീപിൻ്റെ തെക്കൻ തീരത്ത് ഗലാത്തിയ ഉൾക്കടലിലാണ് വിവാദമായിട്ടുള്ള തന്ത്രപ്രധാനമായ ആഴക്കടൽ തുറമുഖം നിലവിൽ വരുന്നത്. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും ഈ തുറമുഖം. 20 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് ഗലാത്തിയ ഉൾക്കടലിന്. ഇത് വലിയ കപ്പലുകൾ അടുക്കുന്നതിന് കാരണമാകും. തുറമുഖം പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിരിക്കും ഇത്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക്കിനെയും ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലെ തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിൽ നിന്ന് 167 കിലോമീറ്റർ മാത്രം അകലെയാണ് നിക്കോബാർ ദ്വീപ്. ലോകത്തിൻ്റെ സമുദ്ര വ്യാപാരത്തിൻ്റെ 30%, ചൈനയുടെ കടൽ വഴിയുള്ള എണ്ണ വ്യാപാരത്തിൻ്റെ 80% മലാക്ക കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. ചൈനീസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന സുണ്ട, ലോംബോക് കടലിടുക്കുകളിലേക്കും നിക്കോബാർ ദ്വീപിൽ നിന്ന് ഏറെ ദൂരമില്ല. അതിനാൽ തന്നെ നാവികസേനയ്ക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു തുറമുഖവും സൈന്യത്തിന് പിന്തുണ നൽകുന്ന വിമാനത്താവളവും ഗ്രേറ്റ് നിക്കോബാറിൽ വരുന്നത് മേഖലയിൽ ഇന്ത്യക്ക് തന്ത്രപരമായി ഏറെ പ്രധാനമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇപ്പോൾ ഇന്ത്യക്ക് 3 സേനകളുടെയും കമാൻഡുണ്ട്. ഇത് കൂടുതൽ ശക്തമാക്കാൻ പദ്ധതി സഹായിക്കും. ഇന്ത്യൻ സമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കാനും കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വിന്യസിക്കാനുമെല്ലാം വലിയ പിന്തുണയാകും ഗ്രേറ്റ് നിക്കോബാറിലെ പദ്ധതി നൽകുക. മലാക്ക പ്രതിസന്ധി. പശ്ചിമേഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ സഞ്ചാരപാതയാണ് മലാക്ക കടലിടുക്ക്. ഇവിടെ ഇന്ത്യയുടെ ഏത് നീക്കവും ചൈനയ്ക്ക് ആശങ്കയുണ്ടാക്കും. മുൻ ചൈനീസ് പ്രസിഡന്റ് ഹു ജിൻഡാവോ ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞത് മലാക്ക പ്രതിസന്ധി എന്നാണ്. മലാക്ക കടലിടുക്കിൻ്റെ പടിഞ്ഞാറൻ കവാടത്തോട് ചേർന്നാണ് നിക്കോബാർ ദ്വീപ്. പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശം പൂർണ്ണമായി ഇന്ത്യയുടെ നിരീക്ഷണത്തിലാകും. സംഘർഷ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ ലഭിക്കും. ബെൽറ്റ് റോഡ് പദ്ധതിയുടെ മറവിൽ ഇന്ത്യൻ സമുദ്രത്തിൽ തുറമുഖങ്ങൾ തുറക്കാനും നാവികസേനാ വിന്യാസം ശക്തമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. ചൈന-പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായ ഗോദാർ തുറമുഖം, ശ്രീലങ്കയിൽ ചൈനയ്ക്ക് ഓണർഷിപ്പുള്ള ഹമ്പൻതോട്ട തുറമുഖം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ചൈനീസ് നീക്കങ്ങൾക്ക് കിഴക്കൻ മേഖലയിൽ ഇന്ത്യയുടെ ശക്തമായ മറുപടിയായി മാറും ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം. ഗ്രീൻ ട്രിബ്യൂണൽ അനുമതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും. പദ്ധതി അപകടകരമായ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്ക. പരിസ്ഥിതിവാദികളുടെ ആശങ്കകൾ തള്ളിക്കൊണ്ട് കൊൽക്കത്ത ആസ്ഥാനമായ NGT അഥവാ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കിഴക്കൻ മേഖലാ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് തന്ത്രപ്രധാന പദ്ധതിക്ക് അനുമതി നൽകിയത്. കേന്ദ്രം എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കി. സമ്പന്നമായ ജൈവ വൈവിധ്യമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രത്യേകത. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി നടപ്പിലാക്കാൻ 10 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി അശ്വിനി കുമാർ ചൗബെയാണ് രാജ്യസഭയിൽ അറിയിച്ചത്. പദ്ധതി നടപ്പിലാക്കാൻ 8.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർത്തു കളയുന്നതായിരിക്കും ഈ പദ്ധതിയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. 130 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വനമേഖലയിലാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗലാത്തിയ ഉൾക്കടലിനെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പ്രധാന സമുദ്ര ആവാസ വ്യവസ്ഥയായാണ് കാണുന്നത്. വന്യജീവി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ 3 പുതിയ വന്യജീവി സങ്കേതങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ദ്വീപാണ് മെറോ ദ്വീപ്. ലെതർ ബാക്ക് കടലാമകൾക്കായുള്ള 13.75 ചതുരശ്ര കിലോമീറ്റർ സങ്കേതമാണ് ലിറ്റിൽ നിക്കോബാർ. നിക്കോബാർ മെഗാപോഡിൻ്റെ തനതായ സങ്കേതമാണ് മെഞ്ചൽ ദ്വീപ്. ഇവയാണ് 3 പുതിയ നിർദ്ദിഷ്ട വന്യജീവി സങ്കേതങ്ങൾ. എന്നാൽ ഈ വന്യജീവി സങ്കേതങ്ങൾക്കെതിരെ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിലെ ട്രൈബൽ കൗൺസിലുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ദ്വീപിലെ ആദിവാസി വിഭാഗത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നും പരിസ്ഥിതി പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്.
ദ്വീപിലെ മറ്റ് ഗോത്രങ്ങളുമായോ മനുഷ്യരുമായോ ബന്ധമില്ലാത്ത ഷോംപെൻ ഗോത്രത്തെ തകർക്കാനാണ് ഈ പദ്ധതി ഉപകരിക്കുകയെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. വനവിഭവങ്ങളെ ആശ്രയിച്ച് വേട്ടയാടി ജീവിക്കുന്നവരാണ് മംഗളോയിഡ് ഷോംപെൻ ഗോത്രം. ഷോംപെനിസ് എന്ന ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഷോംപെൻ ഗോത്ര വിഭാഗത്തിന് വേണ്ടി സീറോ ഡിസ്പ്ലേസ്മെൻ്റ് ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ഗോത്രവിഭാഗങ്ങളുടെ കുടിയൊഴിപ്പിക്കലിനെ തടയാൻ ഉപകരിക്കും. ഇന്ത്യയുടെ മാരിടൈം മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാവുന്ന ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്ക് വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും നടപ്പിലാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിനെക്കുറിച്ച് വരും നാളുകളിൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.